ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ചെറുനാരകത്തിൻ്റെ ഗുണങ്ങളും ഉപയോഗ രീതികളുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും തന്നെ സുപരിചിതമായിട്ടുള്ളൊരു സസ്യമാണ് ചെറുനാരകം. ജീവകം സിയുടെ സമ്പുഷ്ട കലവറയാണ് ചെറുനാരകം. സിട്രിസ് ഒറൻറ്റിഫോളിയ എന്നാണ് ചെറുനാരകത്തിൻ്റെ ശാസ്ത്രനാമം. ഏതാണ്ട് 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന മുള്ളോട് കൂടിയ വൃക്ഷമാണ് ചെറുനാരകം. വരണ്ട പ്രദേശങ്ങളിലും ഇത് വളരും. നാരകത്തിൽ വെളുത്ത നിറമുള്ള ചെറിയ പൂവുകൾ കാണാൻ സാധിക്കും. നാരങ്ങയ്ക്ക് പച്ച നിറവും പാകമാവുമ്പോൾ മഞ്ഞ നിറവുമാണ്. ആയുർവേദത്തിലും നാട്ടുചികിത്സയിലും ചെറുനാരങ്ങ ഉപയോഗിക്കുന്നു. ചെറുനാരങ്ങയുടെ നീര് തേനോ പഞ്ചസാരയോ ചേർത്ത് കഴിക്കുന്നത് ദഹനം വർദ്ധിപ്പിക്കുകയും ഉദര രോഗങ്ങൾ കുറയ്ക്കുവാനും സഹായിക്കുന്നതാണ്. ചെറുനാരങ്ങയുടെ നീരെടുത്ത് തലയിൽ തേച്ചു പിടിപ്പിക്കുന്നതും വെളിച്ചെണ്ണയ്ക്കൊപ്പം തലയിൽ തേക്കുന്നതും താരൻ ശമിപ്പിക്കാൻ ഉത്തമ മാർഗമാണ്. അതുപോലെ തന്നെ തുളസിയിലയുടെ നീരും ചെറുനാരങ്ങയുടെ നീരും സമമെടുത്ത് പുരട്ടിയാൽ വിഷജീവികൾ കടിച്ചുള്ള നീരും വേദനയും മാറാൻ സഹായിക്കും. അതുപോലെ തന്നെ സാധാരണഗതിയിൽ നാം ഉപയോഗിക്കുന്ന നാരങ്ങ വെള്ളം ശീലിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ചെറുനാരങ്ങയുടെ നീരും ചെറുതേനും ചേർത്ത് വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇതുവഴി ശരീരഭാരം കുറയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാനും പ്രായം തോന്നിക്കുന്നത് തടയാനും സഹായിക്കുന്നു. ചർമ്മത്തിന് തിളക്കം നൽകാനും ഇത് വളരെ ഉപകാരപ്രദമാണ്. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് വായ്നാറ്റത്തിന് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. നാരങ്ങ നീര് ഒരിക്കലും നേർപ്പിക്കാതെ മുഖത്ത് നേരിട്ട് തേക്കരുത്. ഇത് ചർമ്മത്തിൽ ചൊറിച്ചിലും അലർജിയും ഉണ്ടാക്കും. നാരങ്ങ നീര് പുരട്ടിയ ഉടൻ തന്നെ വെയിലത്തിറങ്ങരുത്. ഇത് സൂര്യതാപം ഏൽക്കാൻ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചെറുനാരങ്ങയുടെ നീരും രാസ്നാദി പൊടിയും കുറുക്കി നെറ്റിയിലും തൊണ്ടയിലും പുരട്ടുന്നത് തലവേദനയ്ക്കും തൊണ്ടവേദനയ്ക്കും ശമനമുണ്ടാക്കാൻ സഹായിക്കുന്നു. ഔഷധ നിർമ്മാണത്തിന് പുറമെ അച്ചാറുകൾ ഉണ്ടാക്കാനും നമ്മൾ ചെറുനാരങ്ങ ഉപയോഗിക്കാറുണ്ട്. ചെറുനാരങ്ങയെക്കുറിച്ചുള്ള ചെറിയ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്